അതെനിക്ക് സന്തോഷമായത്. പ്രൊഫഷണൽ ബ്ലോഗർ കൊണ്ട് നോക്കൂ, എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? മികച്ച ഒരു തീരുമാനമായിട്ട് തന്നെ കാണുന്നുണ്ടോ? എവിടെ കൂടുള്ളവരോടെ? അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ഹലോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ആയാലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, എന്താണെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല, എവിടെ ഒന്ന് സ്റ്റക്കായിപ്പോയി. പിന്നെ അവിടെ നിന്ന് കയറി വരാൻ ഒരു ഇത്തിരി ടൈം എടുത്തു. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അതിന് പറ്റുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നാളുടെ പ്ലാൻ ചെയ്യുന്നു, ഞങ്ങളൊക്കെ നമുക്കൊന്ന് ട്രിപ്പ് പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് എപ്പോഴും ഈ ജോലി ഇതും കാര്യങ്ങളായിട്ട് നമുക്കൊരു ഹാപ്പിനെസ് ഒക്കെ വേണ്ടേ. അപ്പോൾ ഒന്ന് മൈൻഡൊക്കെ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തു. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ എത്തിയത് കൊടൈക്കനാലാണ്. അപ്പോൾ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ കുഞ്ഞു കുറച്ച് വിശേഷങ്ങളാണ് ഇതിലത്തെ പറയുന്നത്. കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോയതാണല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് വീഡിയോസ് എടുത്ത് നടക്കുക, അത്ര വീഡിയോസൊന്നും എടുത്തില്ല. കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഒരു വെളുപ്പിനായപ്പോഴത്തേക്ക് ഇറങ്ങി, ഒരു വെട്ടം വീണപ്പോഴത്തേക്ക് നമ്മളൊരു തമിഴ്നാട് ആ ഒരു സൈഡ് എത്തി. പിന്നെ അവിടുത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു മലയാളി ഹോട്ടൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൂരി, പിന്നെ ബാക്കി എല്ലാവരും ദോശ, ഓംപ്ലേറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞ് നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ കൊടൈക്കനാൽ ബോർഡർ കടന്നങ്ങ് ചെല്ലാൻ പോവുകയാണ്. ചെന്ന് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ പോയി ഭാഗം വെച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വന്നു. ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ച് പിന്നെ നമ്മൾ അടുത്ത ഗുണ കേവിലേക്ക് പോകാനാണ് വേണ്ടി ഇറങ്ങിയത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ട്രിപ്പ് പോയാൽ ഏറ്റവും വെറുത്തൊരു സ്ഥലം ഗുണ കേവിൻ്റെ സംഭവമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലണമെങ്കിൽ അങ്ങോട്ട് പോകാണ്ടിരിക്കുകയാണ് പോയത്. അത്രയ്ക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും നമുക്ക്, ഒരു രക്ഷയില്ല. അവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, വെറുതെ കിടന്നിങ്ങനെ കാറി നമുക്ക് ഭയങ്കരമായിട്ടങ്ങ് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നും. അത്രയും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളങ്ങ് മടുപ്പിക്കും അവിടെ കേട്ടോ. പിന്നെ അവിടെ ആണെങ്കിൽ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഒരു സ്പേസ് കിട്ടി അവിടെ പോയി ഒന്ന് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ആയിട്ടുള്ള ഒരു സ്ഥലം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിത്തിരിഞ്ഞൊരു മൂല ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ പിന്നെ ആ മൂലയിൽ പോയി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഓടിപ്പോകാൻ തീരുമാനിച്ചു. കാരണം അത്രയ്ക്കും മടുപ്പായിരുന്നു അവിടെ. അങ്ങനെ പിന്നെ അവിടെ ഞങ്ങൾ നേരെ എത്തിയത് നമ്മുടെ കൊടൈക്കനാൽ ലേക്കിലേക്കാണ്. അവിടെ വന്നു പിന്നെ നമ്മളൊരു സൈക്കിളൊക്കെ എടുത്ത് ഒരു റൗണ്ടൊക്കെ ചുറ്റിയപ്പോഴത്തേക്കും നമ്മളങ്ങ് ഉഷാറായി. എനിക്ക് സൈക്കിളോട്ട് നേരത്തെ ഭയങ്കര പീരുണ്ടായിരുന്നു, കാരണം നമ്മൾ സ്കൂൾ ടൈമിൽ അങ്ങാണ്ട് സൈക്കിൾ ഇട്ടിട്ടുള്ളൂ. പിന്നെ സംഭവം തൊട്ടിട്ടേ ഇല്ല. അപ്പം എങ്ങാനും വീഴുമോ എന്താവും, ചവിട്ടാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര രസമായിരുന്നു. ഞാൻ സൈക്കിളോട്ട് നടക്കാൻ വേണ്ടിയിട്ട് ആ പഴയ സ്കൂൾ സമയമൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. പിന്നെ സൈക്കിളായിട്ട് ചെയ്യണത്തിൽ പിന്നെ നമ്മളൊരു ചായ കുടിച്ചു. അവിടെ ചെന്നിട്ട് കൂടുതലും നമ്മൾ ചായയും കാര്യങ്ങളായിട്ട് കുടിച്ചത്. കാരണം വെള്ളം കുടിക്കൽ ഭയങ്കര കുറവായിരുന്നു. കാരണം വലിയ കാനിൽ മാത്രമേ വെള്ളം കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചായയിലാണ് നമ്മുടെ ദാഹം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ സൈക്കിളോട്ട് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഇതായിട്ട് നമ്മൾ താമസിച്ച വീട് ഒരു പൊളി വീടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു എസ്തറ്റിക് വീടെന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സംഭവമായിരുന്നു. 2 റൂം, ഒരു ഹാളുണ്ടായിരുന്നു, പിന്നെ ഒരു കിച്ചൺ ഉണ്ടായിരുന്നു. 2 റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം അങ്ങനെയായിരുന്നു കേട്ടോ. ഒരു നല്ലൊരു പ്ലേസായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു എസ്തറ്റിക് ആ ഒരു സംഭവമായിരുന്നു അതിൻ്റെ ഉള്ളിൽ. എനിക്കിങ്ങനെ എന്താ പറയുക, എൻ്റെ വീട്ടിലും ഇതിങ്ങനെയൊക്കെ സെറ്റാക്കി ഇതുപോലൊരു എസ്തറ്റിക് സംഭവമാക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ TV ഒക്കെ കണ്ടിരുന്നത്, പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പാട്ടൊക്കെ പാടി കണ്ടിരുന്നു. ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത വിശേഷമായിട്ട് ബാക്കി വരാം.